ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് മുസ്തഫ പറയുന്നത് അദ്ദേഹം സർവമതാചാര്യനായിരുന്നു. സർവമതാചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മതങ്ങളുടെയും ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ, ഇസ്ലാമിൻ്റെ, ജൂതമതത്തിൻ്റെ, ക്രിസ്തുമതത്തിൻ്റെ, ബുദ്ധമതത്തിൻ്റെ ഒക്കെ ആചാര്യനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ ഈ മതങ്ങളിലൊക്കെ കാണുന്ന വൈരുദ്ധ്യങ്ങളും ശിർക്ക്, കുഫർ ആദിയായിട്ടുള്ള സംഗതികളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതാണ് എന്നാണല്ലോ വരിക. കാരണം ലോകത്ത് തൗഹീദ് പ്രചരിപ്പിക്കുന്ന ഒരേ ഒരു ദീനേ ഉള്ളൂ ഇസ്ലാം. അല്ലാത്ത ഏത് ദീനെടുത്താലും അവിടെയൊക്കെ ഷിർക്ക് ഉണ്ട്, കുഫറുണ്ട്. കുഫറിൻ്റെ, ഷിർക്കിൻ്റെ വിവിധ ഇനങ്ങളുണ്ട്, വശങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ അട്ടിപ്പാർ ഇബ്രാഹിം നബിയുടെ തലയിൽ വെച്ച് കെട്ടാൻ മുസ്തഫക്കല്ലാതെ മറ്റാർക്കും ധൈര്യം വരില്ല. കാരണം എന്ത് വിഘടങ്ങളും പ്രവാചകന്മാരുടെ നേരെ, ഇസ്ലാമിൻ്റെ നേരെ, ഖുർആനിൻ്റെ നേരെ ആരോപിക്കാനും അത് വെള്ളപൂശാനും അതിനു വേണ്ടി ആയത്ത് ഉണ്ടാക്കാനും ഒക്കെ നല്ല സമർത്ഥനാണ് മുസ്തഫ എന്നത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സർവമതാചാര്യൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ജൂതന്മാർ ഇബ്രാഹിം നബിയെ ആദരിക്കുന്നു, ക്രിസ്ത്യാനികൾ ആദരിക്കുന്നു, മുസ്ലിങ്ങൾ ആദരിക്കുന്നു. ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഇബ്രാഹിം നബിയെ ആദരിക്കുന്നു എന്നത് ശരിയാണ്. അതിന് കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ആദരിക്കുന്നത്. അവർ അദ്ദേഹത്തെ ആദരിക്കുന്നത് അദ്ദേഹം ഒരു ഗോത്രപിതാവായിരുന്നു. അതായത് ഇസ്ഹാക്കിൻ്റെ ആ പരമ്പരയിൽപ്പെട്ട ഇസ്രായേലി ഗോത്രത്തിൻ്റെ പിതാവായിരുന്നു എന്നുള്ള കേൾക്കാം. ജൂതന്മാരും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലുള്ള പ്രവാചകത്വം എന്നത് ക്രിസ്ത്യാനികൾ ഈ പ്രവാചകന്മാർക്കൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടോ? മുസ്തഫക്കതിനെ പറ്റി വല്ല വിവരമുണ്ടോ എന്ന് പോലും സംശയമാണ്. മൂപ്പര് തൊള്ളയിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്നതുപോലെ പാടുക. ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വം ആരോപിക്കുന്നവരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വല്ലപ്പോഴും അള്ളാഹു അല്ലാത്ത മറ്റാരുടെയെങ്കിലും ദിവ്യത്വം അംഗീകരിച്ചിട്ടുണ്ടോ? മുസ്തഫ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൂടായി ഒന്നുമില്ല. കാരണം മുസ്തഫക്ക് ശിർക്കും കുഫറും ഒന്നും പ്രശ്നമല്ല. എങ്ങനെ പോയാലും എല്ലാവരും രക്ഷപ്പെടും, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുത്ത് മോക്ഷം പ്രാപിക്കും എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് മുസ്തഫ. പക്ഷെ ഖുർആൻ വെച്ചുകൊണ്ടാണ് ഈ കള്ളങ്ങളൊക്കെ പറയുന്നത് എന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. അവിടെയാണ് നമ്മൾ മുസ്തഫയോട് വിയോജിക്കുന്നത്. അല്ലെങ്കിൽ മുസ്തഫക്ക് തോന്നിയതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിൻപറ്റണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മില്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദർശം എന്നാണ്. അപ്പോൾ ഈ ലോകത്തുള്ള ഈ മതങ്ങളുടെയൊക്കെ ആദർശം ഇബ്രാഹിമിയുമില്ല. ആദർശം എന്ന് മില്ലത്തിന് അർത്ഥം പറയാമോ ഇല്ല എന്നുള്ളത് വേറൊരു ചർച്ചയാണ്. മുസ്തഫ പറയുന്ന അർത്ഥത്തിൽ തന്നെ അതിന് നമ്മൾ മില്ലത്ത്, ആദർശം എന്ന് അർത്ഥം പറയാം. എന്നാൽ തന്നെ ലോകത്തുള്ള മതങ്ങളൊക്കെ ഒരേ ആദർശം അംഗീകരിക്കുന്നവരാണ്. ഒരു മനുഷ്യൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു മനുഷ്യനാണല്ലോ, പ്രവാചകനായാലും അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യന് ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആദർശങ്ങൾ അംഗീകരിക്കാൻ കഴിയുമോ? അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആദർശങ്ങളൊക്കെ നിലനിർത്തണം, അത് പിൻപറ്റണം, അതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടതെന്ന് ലോകത്തോട് പറയാന്നുള്ളത് അള്ളാഹുവിനോട് ചേർന്ന കാര്യമാണോ? അതും അന്വേഷിക്കേണ്ട, പഠിക്കേണ്ട ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അധികാരം, അവൻ്റെ അവകാശങ്ങൾ, അതിൽ കൈയിടുന്ന, അത് മറ്റാർക്കെങ്കിലും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരാളെയും അള്ളാഹു അംഗീകരിക്കുന്നില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, തൗറാത്ത് എന്ന് മുസ്തഫയെ പോലുള്ള ആളുകൾ പറയുന്ന പഴയ നിയമത്തിലെ തന്നെ
വരികൾ ആകാശത്തിലോ ഭൂമിയിലുള്ള യാതൊന്നിൻ്റെയും ചിത്രമോ വിഗ്രഹമോ ഉണ്ടാക്കി അവയെ പൂജിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഉൽപ്പത്തി പോലുള്ള പുസ്തകങ്ങളാണ്. എന്നാൽ അതൊക്കെ അതിലുണ്ടായിരിക്കെയാണ് മുസ്തഫ ഈ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ തല കൊണ്ടായിട്ട് കെട്ടിയേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ മുസ്തഫ പറയുന്നത് സംഗതി ഇത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഹനീഫായ ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിൻപറ്റണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഹനീഫ് എന്ന് പറഞ്ഞാൽ അന്വേഷി എന്നാണ് പോലും ഇതിൻ്റെ അർത്ഥം. ഇത് എവിടുന്നാണ് മുസ്തഫയ്ക്ക് അർത്ഥം കിട്ടിയത്? അറബി ഭാഷയിൽ അന്വേഷി എന്നാണ് അർത്ഥം, ഹനീഫ് എന്ന പദത്തിനില്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു, അപ്പോൾ നമ്മളും അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞാൽ മുസ്തഫയുടെ അന്വേഷണം എപ്പോഴും എവിടെയും എത്തിയിട്ടില്ല എന്നാണല്ലോ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അവിടെയാണ് മുസ്തഫ അന്വേഷിച്ച് എത്തിയാന്നുള്ളത് കണ്ടറിയേണ്ട സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഹനീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ മാത്രം മനസ്സുറപ്പിച്ച് നിർത്തുന്ന, അതായത് തൗഹീദിൽ മാത്രം മനസ്സുറപ്പിച്ച് നിർത്തുന്ന ആൾക്കാണ് ഹനീഫ് എന്ന് പറയാം. അപ്പോൾ മക്കയിൽ ഹനീഫിയ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ മക്കയിലെ ശിർക്കുപരമായ വിഗ്രഹപൂജാപരമായിട്ടുള്ള എല്ലാ സംഗതികളും ഇട്ടെറിഞ്ഞിട്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ പറ്റിയ രീതിയിൽ മക്കയിൽ നിന്ന് അകന്നു കഴിഞ്ഞ ആളുകളെയാണ് ഹനീഫിയത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അറബി ഭാഷയിൽ ഹനീഫ് എന്ന പദത്തിന് അങ്ങനെ ഒരു അർത്ഥമാണുള്ളത്. എന്നിട്ട് അതിന് മുസ്തഫ തൻ്റെ വാദത്തിന് തെളിവ് ധരിക്കുന്നത് ഫലമ്മാറ ആ കൗക്കബം കാല ഹാദാ റബ്ബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നക്ഷത്രത്തെ കണ്ടപ്പോൾ ഇത് എൻ്റെ റബ്ബാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടാൽ തോന്നുന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് വരെ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് അദ്ദേഹം നക്ഷത്രത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ആളുകൾ നക്ഷത്ര പൂജകരുമായിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് അല്ല ദൈവമാവാൻ പറ്റും. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു അഭിനയമായിരുന്നു എന്ന് പറഞ്ഞതിനെ മുസ്തഫ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബ് നക്ഷത്രമാണ്, സൂര്യനാണ്, ചന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് തന്നെ അതിൽ വിശ്വസിച്ചു എന്നാണല്ലോ വരിക. എന്നാൽ ഇതേ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞതെന്താ? ഫലമ്മാറാൽ കമറ ബാജികം കാലഹാദാ റബ്ബി ഫലമ്മാ ഫല കാല ഇല്ലം യഹ്ദിനി റബ്ബി ലാക്കൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ. ചന്ദ്രനെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ ദുർമാർഗികളിൽ പെട്ടുപോകും. അപ്പോൾ ഇതിനർത്ഥം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചന്ദ്രനാണ് ദൈവം എന്ന് യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നുവോ? ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഈ അസ്തമിച്ചു പോയ ദൈവം, അതായത് എൻ്റെ റബ്ബ് ചന്ദ്രൻ, ആ ചന്ദ്രൻ എനിക്ക് വഴി കാണിച്ചു തരണമെന്നായിരിക്കുമല്ലോ. അതാവട്ടെ തുടർന്ന് വരുന്ന ആയത്തുകളുമായിട്ടൊരിക്കലും പൊരുത്തപ്പെടില്ല. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള വൈദകാല ഇബ്രാഹിമുലി അബീഹി ആസറ തത്തഹിദു അസ്നാമൻ ആലിഹ എന്ന് പറയുന്നതുമായിട്ടും പൊരുത്തപ്പെടില്ല. അപ്പോൾ പിതാവ്, ജനത, രാജാവ് തുടങ്ങി നാട്ടിലെ താനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇസ്ലാമിൻ്റെ മൗലികമായിട്ടുള്ള തത്വം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള ഒരു തന്ത്രം എന്നതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ഇത് ഉദ്ധരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കാലത്തും തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ അടിമയായി പോവുകയോ ആ നിലക്ക് അദ്ദേഹം അന്വേഷിച്ചു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രവാചകനായാലും ആ പ്രവാചകനെ അള്ളാഹു നേരത്തെ തന്നെ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ് വളർത്തിയെടുക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആലമു ഹൈസു രജിയാലു റിസാലത്തഹു, തൻ്റെ റിസാലത്ത് ദൗത്യം ആരെ എവിടെ എങ്ങനെ ഏൽപ്പിക്കണം എന്നുള്ള അള്ളാഹ്ക്കാണ് അറിയാതെ നിങ്ങൾ പറയുന്ന ആളുകൾക്കല്ല അള്ളാഹു കൊടുക്കാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലെ വസ്തുതകളൊക്കെ നിരാകരിച്ചുകൊണ്ടാണ് മുസ്തഫ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ തലയിൽ സർവ്വമതങ്ങളുടെയും ഈ വൈരുദ്ധ്യങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നത്. എന്നിട്ട് മുമ്പ് പറയുന്നത് എന്താണ്?
കഅബയെ തവാഫ് ചെയ്യുന്നത് ഇന്ത്യയുടെ രീതിയാണ്. ഹാജിമാർ ധരിക്കുന്ന പ്രത്യേകതരം വസ്ത്ര രീതി അത് ഇന്ത്യയുടെ രീതിയാണ് എന്ന് പറഞ്ഞാൽ മുസ്തഫ പറഞ്ഞത് കേട്ടാൽ ഹജ്ജൊക്കെ ഈ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പറിച്ച് നട്ടാണ് എന്നാണ് വരിക. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതു. ആ കഅബയിലേക്ക് ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി ആളുകളിൽ വിളംബരം ചെയ്തു. അദ്ദേഹം നടത്തിൽ വരുത്തിയിട്ടുള്ള ഹജ്ജിൻ്റെ രീതിയാണ് മുസ്ലിങ്ങൾ അനുവർത്തിക്കുന്നത്. ഏതോ വിഷയത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലെ ചില ആരാധനകളോ അനുഷ്ഠാനങ്ങളോ ആയിട്ട് ഏതോ വിധം ചില സാമ്യങ്ങളുണ്ട് എന്ന് വച്ചിട്ട് ബുദ്ധിയും വിവരവുമുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ രീതിയാണ് എന്ന് പറയാൻ അയാൾ മെൻകടൂലാണുള്ളതാണ്. അപ്പോൾ മുസ്തഫ പറയുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് മുസ്തഫ അന്ന് നേടിക്കൊണ്ടിരിക്കണമുണ്ട്. മൂപ്പർക്ക് അതിൻ്റെ ഭൗതിക നേട്ടങ്ങളിലെ താല്പര്യമുള്ളൂ. അതേ അവസരം ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മൊത്തത്തിൽ പ്രവാചകന്മാരെയൊക്കെ അവഹേളിക്കുന്ന രീതിയാണ് ഇവിടെ മുസ്തഫ കൈക്കൊണ്ടിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ.